ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ ഇത്. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ സമയം കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇന്നാട്ടോ അപ്ലോഡ് ചെയ്യണത്. ഇന്നലെ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ വേറെ ഓഫീസും വർക്കും ജോലിയൊന്നും ഇല്ലാത്ത കാരണമുണ്ട് പയ്യൊക്കെ എനിക്കും മസാല ദോശയായിരുന്നു രാവിലെ. അതൊക്കെ ഉണ്ടാക്കി ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ കൂട്ടാത്തിന് എന്തെങ്കിലും മേടിക്കാൻ എന്ന രീതിയിൽ പുറത്തേക്ക് പോയി. അപ്പോൾ മൂലൻസിലൊന്ന് കയറാമെന്ന് വിചാരിച്ചാൽ കയറിയിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രാവണി പറയുന്നുണ്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ വേണം അമ്മയെ എന്ന്. നേരത്തെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ സ്റ്റാർ ഇടുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അനുഭവങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അതിനുള്ള ഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ശ്രാവണി ഉണ്ടായപ്പോൾ അവൾക്ക് എനിക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്ക് കൊടുക്കണമെന്നൊരു ആശ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവൾ പറയണത് എൻ്റെ കഴിവിനാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവളുടെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾ സ്റ്റാർ മേടിക്കണമെന്ന് പറഞ്ഞു, അത് 2 മേടിച്ച് കൊടുത്തു. പക്ഷേ പിള്ളേരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് വളരണമെന്നാണല്ലോ പറയണത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് വളർന്ന പിള്ളേർക്ക് അതിൻ്റേതായ മെൻ്റൽ പവറും അതിൻ്റേതായ ഒരു പക്വതയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്റ്റാർ മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ക്രിസ്മസ് ട്രീ വേണം അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മൂലൻസ് കയറിയപ്പോൾ അവിടെ നമുക്ക് കണ്ണിന് കുളിർമയാകുന്ന കുറേ ഐറ്റംസ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്തോ പ്രത്യേക ഒരു ഫീലിങ്സാണ്. മറ്റേ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമ്മൾ രാത്രി പുറത്തേക്ക് പോകണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ കടയിൽ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഈ തലയാട്ടുന്ന സാധനത്തിന് 300 സംതിങ് കേട്ടോ റേറ്റ്. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഏറ്റവും വില കുറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ 100 രൂപ കേട്ടോ. അത് ഞാൻ കണ്ടത് 110 രൂപയാണ് അതിൽ വില ഇട്ടായിരുന്നത്. അപ്പോൾ അത് ഒരെണ്ണം ചെറുത് മേടിച്ചു. പിന്നെ അതിലിടാനുള്ള മുത്തും മണിയൊക്കെ ഉള്ളതുകൊണ്ട് അതെങ്ങ് 37 രൂപയോ അങ്ങനെയും കണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും റേറ്റ് കുറഞ്ഞ് നോക്കി ഞാൻ ചെറിയ അവർക്ക് റേറ്റ് വേണ്ടില്ല, അവർ സന്തോഷം അത്രേ ഉള്ളൂല്ലോ, അവർ റേറ്റൊന്നും നോക്കണില്ലല്ലോ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതൊക്കെ ഏറ്റവും ചെറുത് നോക്കി ഒരെണ്ണം മേടിച്ചു. പിന്നെ അതിലിടാനൊരു LED ബൾബ്, അത് പല നിറത്തിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ തന്നെ റേറ്റ് കൂടുതലായിരുന്നു. ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു ഒരു കത്തണത് മാത്രം, ഒരു ബൾബ് കത്തണ മാത്രം ഒരു പച്ച കളറായിട്ടായിരുന്നു നോക്കി വർക്ക് ചെയ്യണമെന്ന് നോക്കി അവരുടെ എടുത്തു കിട്ടും. അപ്പോൾ അതാട്ടോ അവൾ മേടിച്ച ക്രിസ്മസ് ട്രീ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ പുതിയ ഐറ്റംസ് ഞാൻ ഓരോന്നും വില നോക്കിയിട്ടാണ്. ചിലതൊക്കെ 3000 സംതിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ, നമ്മൾ ഓരോ കാണാനും തൊടാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ വലിയ ക്രിസ്മസ് ട്രീസ് ഉണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവളാട്ടോ ഫിറ്റ് ചെയ്യണം. മറ്റേ മുത്തുവിൻ്റെ കൈ ഒടിഞ്ഞിരിക്കണ കാരണം കൊണ്ട് അവനധികം ആ പണിക്കൊന്നും നിൽക്കാനവന് പറ്റണില്ല. അതുകൊണ്ട് ഒരു വിഷമം അവന് മുഖത്തുണ്ട്. പിന്നെ അവളും ക്രിസ്മസ് ട്രീ ഞാനും സഹായിച്ചു, അവനും മറ്റും ഓരോന്നൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ കൈ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇനി എനിക്കത് ബുദ്ധിമുട്ടുണ്ടല്ലോ നോക്കി. പിന്നെ LED ബൾബ് ഇടാൻ എനിക്ക് അത്ര അറിയില്ലല്ലോ, അത് അരുൺ തന്നെ വന്നല്ലോ. അങ്ങനത്തെ കുലുത്ത് പണിയൊക്കെ അരുൺ തന്നെ വന്നായിരുന്നുണ്ട്. അരുണെ കൊണ്ട് ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് അരുൺ അങ്ങാണ്ട് മേടിച്ച് വെച്ചിട്ട് പിന്നെ പുറത്തേക്കും കൂടെ പോയായിരുന്നു കേട്ടോ, ഫുട്ബോൾ കഴിക്കാൻ എന്താണ്ടിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ തന്നെ അച്ഛാ വാ ബൾബ് ഇടണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച് കുറച്ച് കഴിഞ്ഞിപ്പിക്കാൻ അവൻ വന്നു കേട്ടോ, ഓടി വന്നു. അവനാട്ടോ പിന്നെ LED ബൾബൊക്കെ സെറ്റ് ചെയ്ത് അവൻ ഓരോന്ന് ചുറ്റി അത് നമ്മൾ നല്ല രീതിയിൽ ചുറ്റി കഴിഞ്ഞിട്ട് 2 ബൾബ് കൂടി കണക്ട് മറ്റേ സ്റ്റാറും ഇതും കൂടി കണക്ട് ചെയ്ത് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വിച്ച് തന്നെ കുത്തിയാൽ മതിയല്ലോ. അങ്ങനെ അവനെ ചുറ്റി അത് ചുറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ടീഷനാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ശ്രാവണയുടെ മുഖത്തേക്ക് പോയി ഒരു വിഷമം പോലെ. അപ്പോൾ ഞാൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ് എനിക്ക് ഈ LED ബൾബ് വേണ്ട. അവിടെ ഒരു 900 രൂപയുടെ ഒരു LED ബൾബ് ഉണ്ടായിരുന്നു, റോസാപ്പൂരി എന്തോ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ അത് മതിയായിരുന്നു എന്ന് പറഞ്ഞ് ചിണുങ്ങണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ ഇത് തന്നെ മേടിച്ചത് അമ്മയ്ക്ക് പൈസ ഉണ്ടായിട്ടല്ല, എന്നാലും നമുക്ക് മോന് സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിള്ളേരെ സന്തോഷമായിക്കോട്ടെ എന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് അവൾ പിന്നെ അതിലേക്ക് നോക്കി. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരും കൂടി ഇൻക്ലൂഡഡ് ആക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പിള്ളേർക്കും കൂടി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അപ്പോൾ അവർക്കത് ചെയ്യാനും താല്പര്യമൊക്കെ ഉണ്ടാവും. പിന്നെ അത് ബൾബൊക്കെ ഇട്ട് ലൈറ്റ് ഇട്ട് നല്ല ഭംഗിയിട്ട് അത് പല മോഡലുള്ളതുണ്ട് കേട്ടോ. ഒന്ന് മൊത്തം പിന്നി തിളങ്ങണത്, പിന്നെ ഒന്ന് നിൽക്കണത്, പിന്നെ ഒന്ന് തിളങ്ങും ഒന്ന് നിൽക്കും, ഒന്ന് തിളങ്ങും ഒന്ന് നിൽക്കും. ഇതിപ്പോൾ ഫോണിലെടുക്കണമായിരുന്നു കേട്ടോ ഇതിൻ്റെ ക്ലാരിറ്റി അത്ര അറിയാൻ പറ്റാത്തത്. നമ്മളിത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ സ്റ്റാറും ഇതും കൂടി ഒരുമിച്ച് കത്തണ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഫോണിൽ കൂടി ആകുമ്പോൾ അത്ര ക്ലാരിറ്റി കുറവുണ്ട്. ഞാനത് മാക്സിമം ക്ലാരിറ്റിയിൽ എൻ്റെ ഫോണിൽ ഇത്ര ക്ലാരിറ്റി ഉള്ളൂ കേട്ടോ. മാക്സിമം ക്ലാരിറ്റി ഞാൻ എടുക്കാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ മാക്സിമം ക്ലാരിറ്റി ഇത്ര, പക്ഷേ നമുക്കത് നേരിട്ട് കാണുമ്പോഴാട്ടോ ഇതിൻ്റെ യഥാർത്ഥ ഭംഗിയാണ് അറിയാൻ പറ്റുള്ളൂ.